പിന്നെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് ഞങ്ങൾ പാട്ട് പോയാണ്. അതൊക്കെ വഴിയിൽ കാണാം. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞതുപോലെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ അവിടെ ടീച്ചേഴ്സ് വന്നു കൊടി നമ്മുടെ ദേശീയ പതാക ഉയർത്തുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുക്കത്തിലായിരുന്നു. ഒരുക്കിയെല്ലാം വച്ചതിന് ശേഷം പതാക ഉയർത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ. കാരണം സ്കൂൾ വാൻ ഇല്ലാത്തത് കൊണ്ടും പല കുട്ടികൾക്കും വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അടുത്തുള്ള കുട്ടികൾ മാത്രം എത്തിയിട്ടുണ്ട്. അടുത്തുള്ള ഒത്തിരി ദൂരം നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വാന് അന്ന് ഉച്ച വരെയൊന്നും ഇല്ലല്ലോ. ഉച്ചയ്ക്ക് ഒരു 9:30-10 മണി വരെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത്. അപ്പോൾ ടീച്ചർ പ്രസംഗിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം പാട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേൾപ്പിക്കാൻ പറ്റാത്തത്. ടീച്ചർ സ്വാതന്ത്ര്യദിനം എന്താണെന്നും എങ്ങനെയാണെന്നും കൊച്ചു പിള്ളേർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്ന ഇതിൽ ടീച്ചർ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു കൊടുക്കുകയാണ്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് കുട്ടികൾക്ക് പ്രസംഗം പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രിൻസിപ്പാളും അവിടുത്തെ വാർഡ് കൗൺസിലറും കൂടി ചേർന്ന് പതാക ഉയർത്തുന്നു. അപ്പോൾ ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. ടീച്ചർ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പതാക ഉയർത്തുന്നത്. അപ്പോൾ എൻ്റെ മോള് ഞാൻ അവളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ സ്കൂളിലെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനവും പിന്നെ അവൾ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്. കാരണം ആദ്യമായിട്ടാണ് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പേടി വെപ്രാളം എനിക്കുണ്ട്, പക്ഷെ അവൾക്കില്ല. കാരണം അവൾക്ക് ഞാൻ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു പാട്ട് പഠിപ്പിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ച് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു പാട്ട് പഠിപ്പിച്ച് കൊടുത്തു. അതൊക്കെ കേൾപ്പിച്ച് തരാം. അങ്ങനെ ടീച്ചർ പ്രസംഗം കഴിയാറായി. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിനുള്ള കൊടി ഉയർത്തുവാനുള്ള തുടങ്ങുന്നു. നിങ്ങളാണ് നാളത്തെ പൗരന്മാർ. നല്ല ഐക്യത്തോടെ ജീവിച്ച് സ്നേഹത്തോടെ ജീവിച്ച് ഒരു സമത്വ സുന്ദരമായ ഒരു ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ നമ്മുടെ പതാക ഉയർത്താനായിട്ട് പോവുകയാണ്. എല്ലാവരും പതാക ഉയർത്തിയതിന് ശേഷം നമ്മുടെ ലീഡർ ഫ്ലാഗ് സല്യൂട്ട് പറയും. ഫ്ലാഗിന് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ദേശീയ ഗാനം പാടി അതിനുശേഷം നമുക്ക് പരിപാടികൾ അവതരിപ്പിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മളെ ദേശീയ പതാക ഉയർത്തുവാൻ വേണ്ടി പ്രിൻസിപ്പാളും ടീച്ചേഴ്സും അവിടുത്തെ വാർഡ് കൗൺസിലറും നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദേശീയ പതാക ഉയർത്തുമ്പോൾ പാട്ടിട്ടായിരുന്നു ഉയർത്തിയത്. ദേശീയ പതാകയുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പം ദേശീയ പതാക ഉയർത്തി അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ജയമേ
ആതിഥേയ LKG. ഉയരട്ടങ്ങനെ ഉയരട്ടെ സ്വാതന്ത്ര്യക്കൊടി ഉയരട്ടെ പാടട്ടങ്ങനെ പാടട്ടെ മൂവർണ്ണക്കൊടി പാടട്ടെ നിറയട്ടങ്ങനെ നിറയട്ടെ ദേശഗീതം നിറയട്ടെ വളരട്ടങ്ങനെ വളരട്ടെ സഹോദരിയും വളരട്ടെ. അപ്പോൾ കുറേ പരിപാടി ഉണ്ടായിരുന്നു, എല്ലാമൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.